നാലാമത്തെ കൂട്ടർ മുത്തുനബി പറയാം, നാലാമത്തെ ഒരു സംഘം വായിൽ നിന്ന് തൊള്ളണ്ടല്ല വായിൽ നിന്ന് രക്തം ഇങ്ങനെ ഒലിച്ചുകൊണ്ടിരിക്കും ഒരു കൂട്ടർ. അപ്പോൾ ചോദിക്കുക എന്താ സംഭവം മുത്തുനബി വിളിക്കുക, എന്താ വായിൽ ഒന്ന് ഒലിച്ചിരുന്ന കൂട്ടർ ആരാന്നറിയോ? അത് കച്ചവടത്തിൽ കളവും വഞ്ചനയും, കച്ചവടം നടത്തുമ്പോൾ വിൽപ്പനയിൽ കളവും വഞ്ചനയും കാണിച്ചവരാണ്. ഇവരുടെ പ്രതിഫലം ഇവരുടെ മടക്കവും നരകത്തിലാണ് എന്ന് റബ്ബിൻ്റെ ഭാഗത്തു നിന്ന് വിളിച്ച് പറയപ്പെടും. വായിൽ നിന്ന് രക്തം ഇങ്ങനെ എറ്റുന്നുണ്ടാവും, ചിലവും രക്തം ഇങ്ങനെ ഒലിച്ചിറങ്ങുന്നുണ്ടാവും ശരീരത്തിലൂടെ. ആ ഒരു കൂട്ടർ, ആ കൂട്ടരെയും നാളെ ആഖിറത്തിൽ കൊണ്ട് ആ കൂട്ടർ കച്ചവടം ചെയ്യുന്നുണ്ടാവും, ബിസിനസ് ഉണ്ടാവും, അതിൽ കളവും വഞ്ചനയൊക്കെ കാണിച്ച കൂട്ടരാണ്. ചിലപ്പോൾ കൂടെ ഒന്നിച്ച് ജോലി ചെയ്യുന്ന ആളായിരിക്കും, അല്ലെങ്കിൽ ഒന്നിച്ച് പാർട്ട്ണർമാരായിരിക്കും, ബിസിനസ് ചെയ്യുന്നുണ്ടാവും. ആ ഒരു പാർട്ട്ണറെ വഞ്ചിച്ച് കളവ് നടത്തിക്കഴിഞ്ഞാൽ അവൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. ഞാൻ അതും വേണ്ട, നമ്മൾ ചെറിയൊരു പെട്ടിക്കടയായിരിക്കും, ഒരു മിഠായി കടയായിരിക്കും, അതിൽ നമ്മൾ വഞ്ചന കാണിച്ചു, തൂക്കത്തിൽ കൃത്രിമം കാണിച്ചു. ഒരു കിലോ അരി വാങ്ങാൻ വേണ്ടി വന്നാക്ക് തൂക്കത്തിൽ കൃത്രിമം കാണിച്ച് നമുക്ക് ലാഭം ഉണ്ടാക്കാൻ വേണ്ടി 900 ഗ്രാം അല്ലെങ്കിൽ 950 ഗ്രാം അല്ലെങ്കിൽ 999 ഗ്രാം, 1 ഗ്രാം കുറഞ്ഞാൽ മതി. ആഖിറത്തിൽ ഈ രൂപത്തിലായിരിക്കും അള്ളാഹു കൊണ്ടുവരിക. അതിനാണ് പണ്ടത്തെ മഹാന്മാരൊക്കെ പറയുന്നത്, നമ്മൾ 1 കിലോ അരിക്ക് കൊണ്ട് വന്നു കഴിഞ്ഞാൽ ഒരു കിലോ അരി വേണ്ട, 1 കിലോ പഞ്ചസാര ആകട്ടെ, എന്തും ആകട്ടെ, അതിൽ കൃത്രിമം കാണിക്കാതെ കുറച്ചൊന്ന് കൂട്ടി കൊടുക്കുക, 1 ഗ്രാം 5 ഗ്രാം എക്സ്ട്രാ ഇട്ട് കൊടുക്കുക. കാരണം എന്താ, തൂക്കത്തിൽ വ്യത്യാസം വരാൻ പാടില്ല. നാളെ ആഖിറത്തിൽ നമ്മളെ കൊണ്ടുവരിക, അങ്ങനെയാണെങ്കിൽ നമ്മളെ കൊണ്ടുവരിക രക്തം ഒലിച്ചിറങ്ങുന്ന, വായിൽ നിന്ന് രക്തം ഒലിച്ചിറങ്ങുന്ന അവസ്ഥയിലായിരിക്കും. എന്തിനാ വെറുതെ ഈ ജീവിതത്തിൽ ആകെ ജീവിക്കുന്നത് 30-35 കൊല്ലം അല്ലെങ്കിൽ 40-50 കൊല്ലമാണ് നമ്മൾ ആകെ ജീവിക്കുന്നത്. അതിൽ നിന്ന് പകുതി ഉറക്ക് പോയി കഴിഞ്ഞാൽ പിന്നെയും പകുതി വേറെ എന്തെങ്കിലും ഷോലയായിട്ട് നീങ്ങിക്കഴിഞ്ഞാൽ ആകെ ജീവിക്കുന്നത് നമ്മുടെ ഹയാത്തുള്ള, നമ്മൾ നല്ലപോലെ ജീവിക്കുന്നത് ഒരു 5-6 കൊല്ലമായിരിക്കും എണ്ണിക്കഴിഞ്ഞാൽ. ആ ഒരു ജീവിതമാണ് നമ്മളെന്താക്കുന്നത്, മൊത്തത്തിൽ കുളം തോണ്ടുന്നത്. ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കളവ് പറയുന്നത്, ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വഞ്ചന കാണിക്കുന്നത്, കച്ചവടത്തിലൊക്കെ ബിസിനസ്സിലൊക്കെ കളവ് നടത്തുന്നത്. എന്തിനു വേണ്ടി? അല്ലാഹു കാത്തു സംരക്ഷിക്കുമാറാവട്ടെ.